ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ സലാലയിലെ ഇത്തീൻ കേവിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇത്തീൻ കേവ് പോകുന്ന സമയത്ത് ഓഫ് സീസണിലും സീസൺ സമയത്തും അതിൻ്റെ ഇടയിലുള്ള സമയം, അതായത് സീസൺ ആവുന്ന ആ ഒരു ടൈം, ഇതാണ് നമുക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഖരീഫ് സമയത്ത് എങ്ങനെ ഉണ്ടായി ഇപ്പോൾ താണ്ടില്ല ചെറുങ്ങനെ ഉണങ്ങിക്കണ്ട് ചെറുങ്ങനെ കോടയൊക്കെ ആയി വരുന്നത്. അതായത് ഇപ്പോൾ സീസണാണ് സ്റ്റാർട്ട് ചെയ്യാണ്, ഖരീഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയല്ലല്ലോ, വിത്തിൻ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇത് എന്താവും ഫുള്ള് പച്ച നിറഞ്ഞ് ഞാൻ കാണാൻ പറ്റും. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കും. ഓക്കെ, കാണുന്ന മലകൾ മൊത്തം എന്താവും പച്ച കളറാവും. ഗായ്സ് ഇത് കണ്ടോ, എന്തോ കിടക്കണ്ടേ ഇതാ. ഞാൻ മലമ്പാൻ പഞ്ചായത്ത് ചെറിൻ്റെ അടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഖരീഫിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ് ഉണ്ടാകുക. ഫുള്ള് മഞ്ഞ് കോട മൂടിക്കെടുക്കുന്ന ഒരു എന്താ പറയുക ഒരു ക്ലൈമറ്റാണ്. ഈ ക്ലൈമറ്റ് ഇങ്ങനെ തുടർന്ന് വന്നിങ്ങനെ ഇതിലേക്ക് നല്ല ചാറ്റൽ മഴയും പെയ്തിട്ടാണ് ഇങ്ങനെ അവിടെ എന്താകുക പച്ച വിരിക്കുക, അതായത് പുല്ലിങ്ങനെ മുളച്ച് വരിക. നമ്മൾ ഫസ്റ്റ് കാണിച്ച വീഡിയോയിൽ വന്ന അതേ സ്ഥലത്ത് കൂടിയാട്ടോ നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്നത്. ഇവിടുത്തെ ആ ചേഞ്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, അത്രയും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക ഒരു 2 ആഴ്ച സമയം കൊണ്ടാണ് ഇവിടുത്തെ മാറ്റം. നല്ല കോടയുണ്ട്. നല്ല പച്ച പ്രകൃതി. ചെടിയൊക്കെ ഏതാ സാധനം അറിയാം എനിക്ക്, നമ്മുടെ നാട്ടിലുള്ള ചെടിയാണ്. പച്ച കെട്ടാട് പോവാ കാണൂല കേട്ടോ. മൊത്തം മൂടിക്കെടുക്കുകയാണ്. നമുക്ക് ഇവിടുന്നുള്ള റോഡിന്റെ വ്യൂ, അതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടവും എല്ലാം കൂടി വരുന്നൊരു വ്യൂ ഉണ്ട്. കാണാൻ അറിയില്ല മഞ്ഞായതുകൊണ്ട്. ഈ ഒരു സ്ഥലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പച്ച വിരിച്ചിങ്ങാനും മലകൾ കാണാൻ പറ്റുമെന്ന്. പക്ഷേ കോട കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും പൊളിയാണ് ഇവിടെ നിന്ന് കാണുന്ന സമയത്ത്.
ഇവിടുന്ന് നോക്കിയാൽ 2 ഭാഗം പച്ച വിരിച്ചത്, അതിൻ്റെ ഇടയിൽ കൂടി ഒരു നീല കളർ വെള്ളം വരുന്നതൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഈ ഒരു കോട കാരണം നമുക്കത് മിസ്സായിട്ടുണ്ട്. ഇതൊന്നും വിചാരിച്ചിട്ട് നമ്മളെ വീഡിയോസൊന്നും തീരുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.